Welcome back to our next cost accounting class. In this class, we can discuss about profit on incompleted contract. As we have already discussed the profit on completed contracts, in this class, we can discuss about the profit or loss on incompleted contracts. First, we have to discuss about some theoretical parts relating to profit or loss on incompleted contracts. ഇപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഇൻകംപ്ലീറ്റഡ് കോൺട്രാക്ട്സിലെ പ്രോഫിറ്റ് ഓർ ലോസ്. വാട്ട് അബൌട്ട് ദ ട്രീറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ഇൻകംപ്ലീറ്റഡ് contract. First, we have to understand the concept incompleted contract. What do you mean by incompleted contract? Incompleted contracts are those contracts which are not fully completed at the end of the year. ഓരോ ഫിനാൻഷ്യൽ ഇയറിന്റെ ഓരോ ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡിലും കംപ്ലീറ്റ് ആവാതെ നിൽക്കുന്ന കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ പറയുക incompleted contracts. Incompleted contracts are those contracts are not fully completed at the end of the accounting year. Accounting yearന്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആകാത്ത കോൺട്രാക്റ്റുകളെയാണ് incompleted contracts എന്ന് പറയും. At the end of the year, contract account is credited with the amount of work in progress which consists of work certified and work uncertified. We have already studied contracts takes a number of years to complete. അല്ലെ, ഒരു കോൺട്രാക്ട് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ ചിലപ്പോൾ സെവറൽ ഇയേഴ്സ് നമുക്ക് ആവശ്യമായിട്ട് വരും. ചില ഇയറുകളിൽ പ്രോഫിറ്റ് ഒരുപാട് ഉണ്ടാവും, ചില ഇയറുകളിൽ പ്രോഫിറ്റ് ഉണ്ടാവില്ല. എനിവേ ഇത് പല വർഷങ്ങളിലായിട്ടായിരിക്കും, ഒരുപാട് വർഷങ്ങൾ എടുത്തുകൊണ്ടായിരിക്കും കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ കംപ്ലീറ്റ് ആകാത്ത സാഹചര്യത്തിൽ നമ്മൾ കോൺട്രാക്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇൻകംപ്ലീറ്റഡ് കോൺട്രാക്ട്സിൽ നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് ചെയ്യാറാണ് പതിവ്. ഈ വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ രണ്ട് പാർട്ടുകളാണുള്ളത്, അതായത് വർക്ക് സർട്ടിഫൈഡ് ആൻഡ് വർക്ക് അൺസർട്ടിഫൈഡ്. Then balance of the contract account reveals notional profit. ഇവിടെ നമ്മൾ അൺഅഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആണ്, നോഷണൽ പ്രോഫിറ്റ് എന്നാണ് നമ്മൾ പറയുക. അപ്പൊ കോൺട്രാക്ട് അക്കൗണ്ടിലെ ബാലൻസ് നോഷണൽ പ്രോഫിറ്റ് ആണ്. A part of the notional profit is transferred to profit and loss account. ഈ നോഷണൽ പ്രോഫിറ്റിന്റെ ഒരു ഭാഗം കോൺട്രാക്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നോഷണൽ പ്രോഫിറ്റ് കിട്ടും. ആ നോഷണൽ പ്രോഫിറ്റിന്റെ ഒരു ഭാഗം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ബാലൻസ് നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടിലേക്ക് ആസ് എ റിസർവ് ഫോർ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്. അൺറിയലൈസ്ഡ് പ്രോഫിറ്റിന് ഒരു റിസർവ് ആയിട്ട് വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ, കോൺട്രാക്ട് അക്കൗണ്ടിലെ നോഷണൽ പ്രോഫിറ്റിന്റെ ഒരു ഭാഗം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കും മറ്റൊരു ഭാഗം നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടിലേക്കും ഒരു റിസർവ് ആയിട്ട് അൺറിയലൈസ്ഡ് പ്രോഫിറ്റിന്റെ റിസർവ് ആയിട്ട് നമ്മൾ ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇൻ കേസ് ഓഫ് ലോസ്, ഇനി കോൺട്രാക്ട് അക്കൗണ്ട് അറ്റ് ദ അക്കൗണ്ടിങ് ഇയറിന്റെ എൻഡില് ലോസ് ആണ് കാണിക്കുന്നതെങ്കിൽ, നോഷണൽ ലോസ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദെൻ ഇൻകംപ്ലീറ്റഡ് കോൺട്രാക്ട്സിൽ പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും നമ്മൾ സം മാനേഴ്സ് അല്ലെങ്കിൽ ചില പോയിന്റ്സ് നമ്മൾ നോട്ട് ചെയ്യാറുണ്ട്. First one, if the value of work certified is less than 1/4 of the contract price. Contract price നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടാവും. കോൺട്രാക്ട് പ്രൈസിന്റെ 1/4 കുറവാണ്, അതായത് 25% കുറവാണ് വർക്ക് സർട്ടിഫൈഡ്. വർക്ക് സർട്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താ, വർക്ക്സ് കംപ്ലീറ്റഡ് ബൈ ദ കോൺട്രാക്ടർ ആൻഡ് ഇറ്റ് ഈസ് സർട്ടിഫൈഡ് ബൈ ദ ആർക്കിടെക്ട് ഓഫ് ദ കോൺട്രാക്ടീ. അല്ലെ, വർക്ക് കംപ്ലീറ്റ് ചെയ്തു, അത് ആർക്കിടെക്ട് അത് വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക് സർട്ടിഫൈഡ് ആണ്. ആ വർക്ക് സർട്ടിഫൈഡിന്റെ വാല്യൂ ശ്രദ്ധിച്ച് കേൾക്കണം. ആ വർക്ക് സർട്ടിഫൈഡിന്റെ വാല്യൂ കോൺട്രാക്ട് പ്രൈസിന്റെ 1/4 കുറവാണെങ്കിൽ, 1/4 കുറവാണെങ്കിൽ എന്ന് പറഞ്ഞാൽ 25% കുറവാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട പകരം ഇറ്റ് വിൽ ബി ട്രാൻസ്ഫേർഡ് ടു വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് ആസ് റിസർവ്. കണ്ടു നിങ്ങള്, കോൺട്രാക്ട് പ്രൈസിന്റെ 1/4 കുറവാണ് വർക്ക് സർട്ടിഫൈഡ് എങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യില്ല. ഫുൾ വാല്യൂ ഓഫ് നോഷണൽ പ്രോഫിറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് ആസ് റിസർവ്.
If the value of work certified is 1/4 or more, ഇനി 25% or 1/4 or more, 25% അല്ലെങ്കിൽ 1/4 ആ ഭാഗത്തേക്കാൾ കൂടുതലാണ് എങ്കിൽ, but less than 1/2 of the contract price, എന്നാൽ കോൺട്രാക്ട് പ്രൈസിന്റെ ഹാഫ് എത്തിയിട്ടുമില്ല, 1/2 എത്തിയിട്ടുമില്ല, 1/4 1/2 ഇടയിലാണ് വർക്ക് സർട്ടിഫൈഡ് എങ്കിൽ, നോഷണൽ പ്രോഫിറ്റിന്റെ കണ്ടോ നിങ്ങൾ, നോഷണൽ പ്രോഫിറ്റിന്റെ 1/3 ഓഫ് നോഷണൽ പ്രോഫിറ്റ് ഈസ് റെഡ്യൂസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ക്യാഷ് റിസീവ്ഡ് ടു വർക്ക് സർട്ടിഫൈഡ് ആൻഡ് ഈസ് ക്രെഡിറ്റഡ് ടു പി ആൻഡ് എൽ അക്കൗണ്ട്. അപ്പൊ പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് 1/3 നമ്മൾ ക്രെഡിറ്റ് ചെയ്യും, ബാലൻസ് നമ്മൾ അതായത് 2/3 നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടിലേക്ക് റിസർവ് ആയിട്ട് മാറ്റും. അപ്പൊ എങ്ങനെയാണ് പ്രോഫിറ്റ് നമ്മൾ പി ആൻഡ് എല്ലിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത്? നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 1/3 ഇൻറ്റു 1/3 ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക്, 1/3 ഇൻറ്റു ക്യാഷ് റിസീവ്ഡ്, എത്രയാണ് കോൺട്രാക്റ്റിൽ നിന്ന് റിസീവ് ചെയ്തിരിക്കുന്നത്, ഡിവൈഡഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. ഇനി ഇഫ് ദ വാല്യൂ ഓഫ് ദി വർക്ക് സർട്ടിഫൈഡ് ഈസ് 1/2 ഓർ മോർ, ഹാഫിനേക്കാൾ കൂടുതൽ, 50%-നേക്കാൾ കൂടുതൽ, കോൺട്രാക്ട് പ്രൈസിന്റെ 50%-നേക്കാൾ കൂടുതലാണ് അല്ലെങ്കിൽ 50% ആണ് വർക്ക് സർട്ടിഫൈഡ് എങ്കിൽ, നമ്മളുടെ നോഷണൽ പ്രോഫിറ്റിന്റെ 2/3 നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. 2/3 ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് 1/3 ട്രാൻസ്ഫേർഡ് ടു വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട്. If the contract account is nearing completion, almost complete, in this case the estimated cost of the contract is calculated by adding the further expenses. അപ്പം ഇനി പറയാണ് നമ്മൾ 1/4 പറഞ്ഞു, 1/4 ഹാഫിനും ഇടയിൽ പറഞ്ഞു നമ്മൾ, ഇനി ഹാഫ് ഓർ മോർ പറഞ്ഞു നമ്മൾ. നെക്സ്റ്റ് വൺ കോൺട്രാക്ട് കംപ്ലീറ്റ് ആണ് അല്ലെങ്കിൽ കോൺട്രാക്ട് പ്രൈസിനോട് അടുത്താണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് എടുക്കുന്നു ഇൻറ്റു വർക്ക് സർട്ടിഫൈഡ് ഡിവൈഡഡ് ബൈ കോൺട്രാക്ട് അക്കൗണ്ട്. അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. മൊത്തം നമ്മൾ ആദ്യം ഒരു കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യാണ് പ്രോഫിറ്റ് കാണാൻ വേണ്ടിയിട്ട്. പ്രോബ്ലം വരുമ്പോൾ അത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും. അപ്പൊ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഇൻറ്റു വർക്ക് സർട്ടിഫൈഡ് ഡിവൈഡഡ് ബൈ കോൺട്രാക്ട് പ്രൈസ്. ഇവിടെ നമ്മൾ ആ പ്രൊപ്പോർഷൻ വെച്ചിട്ടില്ല, പോർഷൻ ഫ്രാക്ഷൻ നമ്മൾ വെച്ചിട്ടില്ല. എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഇൻറ്റു വർക്ക് സർട്ടിഫൈഡ് ഡിവൈഡഡ് ബൈ കോൺട്രാക്ട് പ്രൈസ്. അങ്ങനെ തന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ എന്താ പറയാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ആയിരിക്കും. ദെൻ ഇൻ കേസ് ഓഫ് ലോസ് ആണ്, ഇനി ഇൻകംപ്ലീറ്റഡ് കോൺട്രാക്ട്സിൽ ലോസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇൻകംപ്ലീറ്റഡ് കോൺട്രാക്റ്റിൽ ലോസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇൻകംപ്ലീറ്റഡ് കോൺട്രാക്റ്റിൽ ലോസ് ആണെങ്കിൽ ട്രാൻസ്ഫേർഡ് ടു പി ആൻഡ് എൽ അക്കൗണ്ട്. അത് നമ്മൾ മൊത്തം പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, മൊത്തം പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ദെൻ നമുക്ക് ഒരു ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട്സ് അക്കൗണ്ട് ആണ് ഇനി നെക്സ്റ്റ് വൺ. നമ്മൾ എങ്ങനെയാണ് സാധാരണ പോലെ മെറ്റീരിയൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യാറുണ്ടെങ്കിൽ അതുപോലെ ഡെബിറ്റ് ചെയ്യും, ലേബർ ഡെബിറ്റ് ചെയ്യും, ഡയറക്റ്റ് എക്സ്പെൻസസ് ഡെബിറ്റ് ചെയ്യും, ഓവർ ഹെഡ് എക്സ്പെൻസുകളെല്ലാം നമ്മൾ ഡെബിറ്റ് ചെയ്യും, സബ് കോൺട്രാക്ട് കോസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഡെബിറ്റ് ചെയ്യും. ദെൻ വർക്ക് ഇൻ പ്രോഗ്രസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ വർക്ക് സർട്ടിഫൈഡും വർക്ക് അൺസർട്ടിഫൈഡും ഒക്കെ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടാവും. അത് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ദെൻ അതുപോലെ തന്നെ മെറ്റീരിയൽ റിട്ടേൺഡ് ഓർ ട്രാൻസ്ഫേർഡ്, നമ്മൾ വേറെ എവിടേക്കെങ്കിലും മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സാധാരണ പോലെ ക്രെഡിറ്റ് ചെയ്യും മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലേക്കോ കോൺട്രാക്റ്റിലേക്കോ. ദെൻ മെറ്റീരിയൽ സോൾഡ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും, മെറ്റീരിയൽ അറ്റ് ദ സൈറ്റ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും, പ്ലാന്റ് അറ്റ് ദ സൈറ്റ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ദെൻ അങ്ങനെ നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസ് വരുന്നതാണ് നോഷണൽ പ്രോഫിറ്റ്. നോഷണൽ പ്രോഫിറ്റ് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യും നെക്സ്റ്റ് ക്രെഡിറ്റ് സൈഡിലേക്ക്. ദെൻ അതില് വർക്ക് സർട്ടിഫൈഡിനെ ബേസ് ചെയ്ത് പി ആൻഡ് എൽ അക്കൗണ്ടിലേക്കും വർക്ക് ഇൻ പ്രോഗ്രസിലേക്കും അത് ട്രാൻസ്ഫർ ചെയ്യുന്നു. ക്ലിയർ ആയോ? നെക്സ്റ്റ് ഒരു പ്രോബ്ലം ആണ് കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ക്രെഡിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് അബ്സ്ട്രാക്റ്റഡ് ഫ്രം ദ ബുക്സ് ഓഫ് എ കോൺട്രാക്ടർ. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ടു ബി ക്രെഡിറ്റഡ് ടു പി ആൻഡ് എൽ അക്കൗണ്ട്. പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് എത്ര എമൗണ്ട് ആണ് ക്രെഡിറ്റ് ചെയ്യുന്നത്? കോൺട്രാക്ട് പ്രൈസ് 50 lakhs ആണ്. കോൺട്രാക്ട് പ്രൈസ് 50 lakhs ആണ്. ക്യാഷ് റിസീവ്ഡ് ഫ്രം കോൺട്രാക്ട് ബീയിങ് 80% ഓഫ് വർക്ക് സർട്ടിഫൈഡ്. വർക്ക് സർട്ടിഫൈഡിന്റെ 80% ക്യാഷ് ആണ് റിസീവ് ചെയ്തിട്ടുള്ളൂ. വർക്ക് സർട്ടിഫൈഡ് 24 lakhs ആണ് വർക്ക് സർട്ടിഫൈഡ്. 24 lakhs ആണ് വർക്ക് സർട്ടിഫൈഡ്. വർക്ക് സർട്ടിഫൈഡിന്റെ 80% ക്യാഷ് മാത്രമേ റിസീവ് ചെയ്തിട്ടുള്ളൂ. അതായത് ക്യാഷ് റിസീവ് ചെയ്തതാണ് 24 lakhs. വർക്ക് സർട്ടിഫൈഡ് ചെയ്ത് എത്രയാന്ന് പറയുന്നില്ല. നമ്മളോട് പറയുന്നത് 24 lakhs ആണ്
ക്യാഷ് റിസീവ് ചെയ്തിട്ടുള്ളൂ. അത് 80% ഓഫ് വർക്ക് സർട്ടിഫൈഡ് ആണ്. ദെൻ വർക്ക് അൺസർട്ടിഫൈഡ് 3 lakhs ആണ്. സർട്ടിഫൈ ചെയ്യാത്ത വർക്ക് 3 lakhs ആണ്. നോഷണൽ പ്രോഫിറ്റ് 3 lakhs ആണ്. നമ്മളോട് വർക്ക് സർട്ടിഫൈഡ് നമുക്ക് എത്രയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ദെൻ വർക്ക് സർട്ടിഫൈഡ് എങ്ങനെയാണ് കാണാം? ക്യാഷ് റിസീവ്ഡ് ഇൻറ്റു, അപ്പൊ നമുക്കറിയാം 80% വർക്ക് സർട്ടിഫൈ ചെയ്തതിന്റെ 80% ക്യാഷ് റിസീവ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ മൊത്തം വർക്ക് സർട്ടിഫൈഡ് കാണണമെങ്കിൽ 100/80 ചെയ്താൽ മതി. ക്യാഷ് റിസീവ്ഡ് 24 lakhs ആണ്. അത് 80% ആണ് എങ്കിൽ എത്രയാണ് വർക്ക് സർട്ടിഫൈഡ് എന്ന് കാണണമെങ്കിൽ 100/80 ചെയ്താൽ മതി. ക്യാഷ് റിസീവ്ഡ് ഇൻറ്റു 100/80. അപ്പൊ 30 lakhs ആണ് വർക്ക് സർട്ടിഫൈഡ്. പക്ഷേ വർക്ക് സർട്ടിഫൈഡ് 30 lakhs ആണ്. കോൺട്രാക്ട് പ്രൈസ് 50 lakhs ആണ്. അപ്പൊ എത്ര പോർഷൻ നമ്മൾ വർക്ക് സർട്ടിഫൈ വന്നിട്ടുണ്ട്? അപ്പൊ നമുക്കറിയാം അത് 50%. 50 lakhsന്റെ 50% എത്രയാണ്? 1/2 എത്രയാണ്? 25 lakhs ആണ്. പക്ഷെ അതിനേക്കാൾ കൂടുതലാണ് വർക്ക് സർട്ടിഫൈഡ്. അപ്പൊ നമുക്ക് പറയാം വർക്ക് സർട്ടിഫൈഡ് ഈസ് മോർ ദാൻ ഹാഫ് ഓഫ് ദി കോൺട്രാക്ട് പ്രൈസ്. കോൺട്രാക്ട് പ്രൈസിന്റെ ഹാഫിനേക്കാൾ കൂടുതലാണ്, 1/2 കൂടുതലാണ്, 50%നേക്കാൾ കൂടുതലാണ് വർക്ക് സർട്ടിഫൈഡ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാറ്? 2/3 കിട്ടുന്ന പ്രോഫിറ്റിന്റെ 2/3 നമ്മള് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് എഴുതി വെക്കാം പ്രോഫിറ്റ് ടു ബി ക്രെഡിറ്റഡ് ടു P&L അക്കൗണ്ട് ഇസ് ഈക്വൽ ടു നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 2/3 ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. നോഷണൽ പ്രോഫിറ്റ് ഇവിടെ നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് 3 lakhs. അപ്പൊ 3 lakhs ഇൻറ്റു 2/3, കാരണം 50%നേക്കാൾ മുകളിലാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് 2/3 ആണ് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പൊ നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 2/3 ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. നമ്മൾ സിറ്റുവേഷനിൽ പറഞ്ഞിട്ടുണ്ട് തിയററ്റിക്കൽ പാർട്സിൽ. ക്യാഷ് റിസീവ്ഡ് ഇവിടെ എത്രയാണ്? 24 lakhs ആണ്. ഡിവൈഡഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് 30 lakhs ആണ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 3 lakhs ഇൻറ്റു 2/3 ഇൻറ്റു 8/100 എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ക്യാഷ് റിസീവ്ഡ് 24 lakhs അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ 30 lakhs എടുത്താലും സെയിം തന്നെയാണ് 80/100 എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പൊ നമുക്ക് കിട്ടുന്നത് 1,60,000. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ നോഷണൽ പ്രോഫിറ്റിന്റെ 1,60,000 ആണ് ട്രാൻസ്ഫർ ചെയ്യുക.